നീണ്ട 75 വർഷം പൂർത്തിയാക്കി നമ്മുടെ പാലാ യൂണിവേഴ്സൽ തിയേറ്റർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ തലൈവർ രജനീകാന്ത്, അദ്ദേഹത്തിന് 73 വയസ്സാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കാളും മുതിർന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ പാലാ യൂണിവേഴ്സൽ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിനെ 75 കൊല്ലം അങ്ങനെ റൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ വേറെ ലെവൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു തിയേറ്റർ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ നാട്ടിൽ ഉണ്ട് കേട്ടോ. കേരളത്തിൽ ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്. 50 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരുപാട് തിയേറ്റേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ പാലാ യൂണിവേഴ്സൽ തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ 75 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് നമ്മുടെ യൂണിവേഴ്സൽ തിയേറ്ററിന്. അപ്പോൾ നമ്മുടെ പാലാ യൂണിവേഴ്സൽ തിയേറ്ററിന്റെ ചരിത്രം പറയുകയാണെങ്കിലേ, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം നിങ്ങൾക്ക് അറിയാലോ, 1947 ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ഓഗസ്റ്റ് 14 അർദ്ധരാത്രി എന്ന് പലരും പറയും, പക്ഷെ നമ്മൾ 15-ാം തീയതി ആയിട്ടാണ് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അത് കഴിഞ്ഞിട്ട് 2 വർഷം, അതായത് 1949-ലാണ് നമ്മുടെ പാലാ യൂണിവേഴ്സൽ തിയേറ്റർ സ്ഥാപിച്ചത്. നിങ്ങൾ ആ ഒരു ടൈം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ മോനെ ഇപ്പോൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഈ പാലാ യൂണിവേഴ്സൽ തിയേറ്ററിൽ കാണുന്ന യങ് ജനറേഷൻ ഉണ്ടല്ലോ, അവരുടെ അച്ഛനും അവരുടെ അച്ഛൻ്റെ അച്ഛനും ചിലപ്പോൾ അവരുടെ അച്ഛനും ഒക്കെ കാണാൻ ആ ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു തിയേറ്റർ ആരാണ് സ്ഥാപിച്ചത് എന്ന് ചോദിക്കുവാണെങ്കിൽ, 1949 PA തോമസ് പടിഞ്ഞാറേക്കരയാണ് ഈ ഒരു തിയേറ്ററിന്റെ സ്ഥാപകൻ. അതിനുശേഷം ജോസ് പടിഞ്ഞാറേക്കരയ്ക്ക് ഈ ഒരു തിയേറ്ററിന് നടത്തിപ്പവകാശം കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ആൻഡോ ജോസ് ആണ് ഇപ്പൊ തിയേറ്റർ നടത്തിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലാ യൂണിവേഴ്സൽ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലേ, ഒരുപാട് തലമുറകൾക്ക് ഒരുപാട് കഥകൾ പറയാനായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് കാലം മുന്നേ ഒക്കെ ഉള്ള സമയം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഈ ലൂസിഫറൊക്കെ ഇറങ്ങിയ ആ ഒരു സമയം ഉണ്ടല്ലോ, അതായത് അവിടെ നിന്ന് അങ്ങോട്ട് പുറകിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ ആൾക്കാർ രാവിലെ തിയേറ്ററിന് മുൻപിലേക്ക് വരുന്നു. ആ ഗേറ്റ് ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതിനുശേഷം ഒരു വലിയ കൂട്ടം ആ ഗേറ്റ് തുറക്കുന്നതോടുകൂടിയിട്ട് തിയേറ്ററിനകത്തേക്ക് കയറുന്നു, ഇടിച്ച് കയറിപ്പോയി ടിക്കറ്റ് എടുക്കുന്നു, എന്നിട്ട് നേരെ തിയേറ്ററിനകത്തോട്ട് കയറുന്നു. ടിക്കറ്റ് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അത്രയും തിരക്കും ക്രൗഡും ഒക്കെയാണ് നമുക്ക് നമ്മുടെ പാലാ യൂണിവേഴ്സൽ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട ആൾക്കാർ പോയി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്തേക്ക് കയറിയിട്ട് തിയേറ്ററിനകം ഒരു ഉത്സവപ്പറമ്പാക്കാന്ന് പറയുമല്ലോ, ആ രീതിയിലുള്ള ഒരു ആഘോഷമായിരുന്നു തിയേറ്ററിനകത്ത്. കാര്യം അത്രയും വലിയൊരു തിയേറ്റർ ആയതുകൊണ്ട് തന്നെ പാലാ നിവാസികളുടെ ഒരു ഹരമായിരുന്നു നമ്മുടെ പാലാ യൂണിവേഴ്സൽ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമകൾ പ്രദർശിപ്പിച്ച ഒരു തിയേറ്ററാണ്. ഇത്രയും വർഷം പഴക്കമുള്ളൊരു തിയേറ്റർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇപ്പം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആദ്യത്തെ 70mm സിനിമയായിട്ടുള്ള പടയോട്ടം, അതുപോലെ ആദ്യത്തെ 3D സിനിമയായിട്ടുള്ള മൈ ഡിയർ കുട്ടിച്ചാത്തൻ തുടങ്ങിയ സിനിമകളൊക്കെ റിലീസ് ചെയ്തത് നമ്മുടെ പാലാ യൂണിവേഴ്സൽ തിയേറ്റർ ആയിരുന്നു. അപ്പോൾ തിയേറ്ററിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലാ ടൗണിന്റെ ഒത്ത നടുക്കായതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ആക്സസ് ഉള്ള ഒരു തിയേറ്റർ ആയിരുന്നു നമ്മുടെ പാലാ യൂണിവേഴ്സൽ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും വലിയൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത് ഞാൻ പറയാലോ, ഇതൊരു വലിയ ബാൽക്കണി തിയേറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 കാറ്റഗറി ആണ് സീറ്റ് വരുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ബാൽക്കണി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, അതുപോലെ തന്നെ ഈ റോയൽ സർക്കിൾ എന്ന് പറഞ്ഞ താഴത്തെ ആ ഒരു കാറ്റഗറി ഉണ്ട് കേട്ടോ. അത്രയും വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ആയതുകൊണ്ട് തന്നെ തിയേറ്ററിനകത്തേക്ക് ആൾക്കാർ കയറി കഴിഞ്ഞാൽ, അതായത് ഒരു വലിയ കൂട്ടം ആൾക്കാർ കയറി കഴിഞ്ഞാൽ അതങ്ങോട്ട് ആഘോഷമാക്കാറാണ് പതിവ്. അപ്പോൾ ഇത്രയും വർഷം നീണ്ട യാത്ര ഇങ്ങനെ സഞ്ചരിച്ച് തിയേറ്റർ ഇപ്പോൾ നമ്മുടെ ഈ 2024 വന്ന് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ സമയത്ത് ഒരു സ്പെക്ക് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ക്രിസ്റ്റിയുടെ 4K പ്രൊജക്ഷൻ ആണ് നമ്മുടെ പാലാ യൂണിവേഴ്സൽ തിയേറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ട് ഫോർമാറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഡോൾബി 7.1 തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പെക്ക് തന്നെയാണ്. അത്രയും വലിയൊരു തിയേറ്റർ ആകുമ്പോൾ എന്തായാലും ഡോൾബി അറ്റ്മോസ് കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര തിയേറ്റർ ആക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ടിക്കറ്റ് ചാർജ് എത്താന്ന് ചോദിക്കുകയാണെങ്കിൽ, പണ്ടത്തെ അതായത് ഒരു 1-2 വർഷം മുമ്പൊക്കെയുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 130 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കറന്റ് ടിക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ 150 രൂപയാണ് നമ്മുടെ പാലാ യൂണിവേഴ്സൽ തിയേറ്റർ വാങ്ങിക്കുന്നത്. പിന്നെ നമ്മുടെ ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ സിനിമ ഇറങ്ങിയ ആ ഒരു സമയം ഉണ്ടല്ലോ, അതായത് ഇപ്പം കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ, 1-2 ആഴ്ചകൾക്ക് മുന്നേ. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ 75 വർഷം പൂർത്തിയായ ആ ഒരു സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 150 എന്നുള്ളത് 100 രൂപയാക്കി തിയേറ്റർ കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു 75 വർഷത്തെ ആ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കഥകൾ ഈ തിയേറ്ററിനെ കുറിച്ച് പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ പാലാ യൂണിവേഴ്സൽ തിയേറ്ററിൽ പോയിട്ട് കണ്ട സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്യുക. ഇവിടെ സ്മൃതി ഇരുന്നിട്ട് ഞാൻ ലൂസിഫർ കണ്ട അവിടെ നമുക്ക് ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. യെസ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് എന്താ പറയുക, അവരുടെ ഒരു വികാരം അങ്ങോട്ട് അത്രയും ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു തിയേറ്റർ ആയിരിക്കും. ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കുവാണെങ്കിലേ നമ്മുടെയൊക്കെ പ്രായത്തിന്റെ ഒരു 2-3 ഇരട്ടിയൊക്കെ പ്രായമുള്ള ആളാണ് നമ്മുടെ യൂണിവേഴ്സൽ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പാലയിലെ പഴയ കുറേ തിയേറ്ററുകളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു.
അതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ഈ ചേട്ടൻ ഇവിടെ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് കേട്ടോ. ഈ അടുത്താണ് നമ്മുടെ പാലാ മഹാറാണി യുവറാണി തിയേറ്റർ ക്ലോസ് ചെയ്തത്. എന്നിട്ട് പോലും ഇപ്പോഴും ഈ ഒരു തിയേറ്റർ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ തിയേറ്ററുകളൊക്കെ നിലനിൽക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നാടിന്റെ ഒരു അഭിമാനമാണ്. കാര്യം ഐക്കോണിക് സെന്റേഴ്സ് ആണ്, ഒരു ലാൻഡ്മാർക്കാണ് ഇത്തരം തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ നിലനിന്ന് പോകട്ടല്ലേ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്ക്, അതായത് നമ്മുടെ പ്രൊജക്ഷനും അതുപോലെ തന്നെ സൗണ്ടും മികച്ചതല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ പിന്തിരിയാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിൽ 4K പ്രൊജക്ഷൻ അതുപോലെ തന്നെ ഡോൾബി 7.1 കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല വൃത്തിയായിട്ട് കാലിബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഗംഭീരമായിട്ട് ഇനിയും ഒരുപാട് വർഷങ്ങൾ മുമ്പോട്ട് പോകട്ടെ, ഒരു 100 വർഷമൊക്കെ തിയേറ്റർ തയ്ക്കട്ടല്ലേ. യെസ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ കഴിഞ്ഞ നമ്മുടെ തിയേറ്റർ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കൊല്ലം കുട്ടിയത്തെ ഡ്രീംസ് മാളിലെ ആശീർവാദ് സിനിപ്ലെക്സ് കൊട്ടിയം തുറക്കുന്നുള്ള കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഫെബ്രുവരി 9-ാം തീയതി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീഡിയോയിലും പറഞ്ഞായിരുന്നു ഫെബ്രുവരി 9 ആണെന്ന്. പക്ഷേ അവരെന്നെ കോൺടാക്ട് ചെയ്തിരുന്നു, എന്നിട്ട് പറഞ്ഞായിരുന്നു വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇനിയും കുറച്ച് പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓപ്പണിംഗ് കുറച്ച് ഡിലേ ആവും. ഒരുപാട് ആൾക്കാർ അവിടെ ചെന്നെന്ന് പറഞ്ഞു, അതായത് തിയേറ്ററിൽ ചെന്നു, എന്നാൽ ഒരുപാട് കുറേ ആൾക്കാർ വിളിച്ചും ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവർക്ക് എല്ലാവരും പറഞ്ഞ് അവർ മടുത്തടേ. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് ഞാൻ കൺഫേം ആയിട്ട് പറയാം. അപ്പോൾ ഇനി കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഓപ്പണിംഗ് ഡേറ്റ് കുറച്ച് അങ്ങോട്ട് നീട്ടി കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിർത്തുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.